മുനമ്പം വഖഫ് വിഷയം ആദ്യമായിട്ട് മലയാള മാധ്യമങ്ങളിൽ എത്തിച്ചത് ഞാനാണ്. അന്നാളിൽ ശ്രീമാൻ വി ഡി സതീശൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ഒപ്പം തന്നെ പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. MP ആയിട്ട് ഹൈബി ഈഡനും അവിടെ വരുന്നൊരു പ്രദേശമാണ്. അന്നാളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റിനുള്ളിൽ പ്രശ്നം തീർക്കാവുന്ന പ്രശ്നമാണ് എന്നാണ്. ഞാൻ അദ്ദേഹത്തോട് യോജിക്കുകയാണ്. കാരണം രാഷ്ട്രീയമായിട്ട് കേരള വഖഫ് ബോർഡ് എന്നത് അന്ന് പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് കേരള വഖഫ് ബോർഡ്. അതിൻ്റെ സക്കീർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് താല്പര്യത്തിരുന്നത്. ഒരു പക്ഷേ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി പിണറായി അല്ലെങ്കിൽ ഇടതുപക്ഷം പൊക്കിക്കൊണ്ടുവന്ന വിഷയമായിരിക്കാം ഇത്. അതങ്ങനെ പൊക്കിക്കൊണ്ടുവരാനായിട്ടുള്ള കാരണം അവിടെ 610 കുടുംബങ്ങളുടെ മേലെ പല റിസോർട്ടുകൾക്കും കണ്ണുണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള ഇത് അവിടെയുള്ള ആൾക്കാരുടെ ഭൂമി ഇപ്പോഴും അവർക്ക് വിൽക്കാൻ പറ്റില്ല. അവർക്കൊരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ഭൂമി ഈടാക്കി വെക്കാൻ പറ്റില്ല. ഒരു മകളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടി ഭൂമി ഈടാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ലോക്കാക്കി വെച്ച ഒരു സംഭവമായിരുന്നു വഖഫ് വിഷയം. അപ്പോൾ പിണറായി വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിൽ നിന്ന് തലയൂരണം. തന്നെയല്ല, മുസ്ലിം ലീഗിനെ വലിയ കേടില്ലാണ്ട് സംരക്ഷിക്കും വേണം. അപ്പോൾ അവിടെ കുഞ്ഞാലിക്കുട്ടി, സാദിഖലി തങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു, ഒരാളെയും ഇറക്കി വിടില്ല. പക്ഷെ അവിടുത്തെ ആവശ്യം ഇറക്കി വിടില്ലല്ലോ. ഇറക്കി വിടാൻ നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. നിങ്ങൾ ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അധികാരം ഉണ്ടായിരിക്കാം, ഒരു മതന്യൂനപക്ഷം അല്ലെങ്കിൽ മതപക്ഷം എന്ന രീതിയിൽ വളർന്നു വരുന്ന ഒരു വോട്ട് ബാങ്ക് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അവിടെ സ്വാധീനം ഉണ്ടായിരിക്കാം. ഇടതായാലും വലതായാലും ചിലപ്പോൾ BJP ആയാലും ചിലപ്പോൾ നിങ്ങൾ സ്വാധീനം ഉണ്ട്. ഈ 610 കുടുംബത്തിൽ ഒരു കുടുംബത്തിനെ തൊടാനായിട്ടുള്ള ഇറക്കി വിടാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങൂ എന്ന് പറയാനുള്ള ധൈര്യം ഇന്ന് വരെ ഒരുത്തരും അവിടെ കേരളത്തിൽ ജനിച്ചത് കാണില്ല. പറയാം, ഞങ്ങൾ ഇറക്കി വിടില്ല എന്ന് നിങ്ങൾ അവിടെ മലപ്പുറത്തിരുന്ന് പറയാം. അല്ലാണ്ട് അവിടെ വന്ന് കാണിച്ചില്ലോ. നിങ്ങൾ മീഡിയ 1 ചാനലും അവിടെ വന്നിപ്പോൾ ഓടിച്ചു വിട്ടു. അവിടെ വന്ന് കാണിക്കണം. ഇതിപ്പോൾ ഇറക്കി വിടുമെന്ന് പറഞ്ഞ് കാണിക്കുകയും നിങ്ങൾക്ക് അറിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും സംഭവിക്കാന്നുള്ളത്. പണ്ട് എനിക്ക് തോന്നുന്നു വിഴിഞ്ഞത്താണെന്ന് തോന്നുന്നു സംഘടനകൾ, അതിനെപ്പറ്റി ഞാനിപ്പോൾ ഇനി പ്രതിപാദിക്കുന്നില്ല. അപ്പോൾ വി ഡി സതീശൻ കാരണം ഇദ്ദേഹം ഈ മുസ്ലിം ലീഗ് വോട്ട് വേണ്ടതുകൊണ്ടും മുസ്ലിം ലീഗിൻ്റെ സ്വാധീനവും അവരുടെ പിന്തുണ വേണ്ടതുകൊണ്ടും ഇദ്ദേഹത്തിന് ഒരുവിധമൊക്കെ ഇങ്ങനെ അവരുടെ മുമ്പിൽ തല താഴ്ത്തി നിന്നേ പറ്റുള്ളൂ. ശ്രീമാൻ വി ഡി സതീശന് അദ്ദേഹം 10 മിനിറ്റിൽ ഇത് തീർക്കാൻ പറ്റും. കാരണം ഇപ്പോൾ കേരള വഖഫ് ബോർഡ് ഇദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. വഖഫ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഷംസുദ്ദീൻ ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ഷംസുദ്ദീൻ എന്ന മന്ത്രി, മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ് ഇപ്പോൾ ഇത്തവണ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ഒറ്റ വാക്കിൽ കേരള വഖഫ് ബോർഡ് അത്. പക്ഷെ നമ്മൾ നോക്കിക്കാണുന്നത് 10 മിനിറ്റിൽ തീർക്കാമെന്ന് പറഞ്ഞാൽ വേണ്ടത് അടുത്ത ഇലക്ഷന് വേണ്ടി കാത്തിക്കലല്ല. അവിടെയുള്ള ജനങ്ങൾക്ക് റവന്യൂ അധികാരം വിട്ടുകൊടുക്കണം. അവിടെയുള്ള അവരുടെ പിടിച്ചു വെച്ചിരിക്കുന്ന റവന്യൂ അധികാരം ഒരു ഏകദേശം കഴിഞ്ഞ, അതായത് 4-5 വർഷത്തോളമായിട്ട് അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കി വെച്ചിരിക്കുകയാണ്. അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെങ്കിൽ കൂടി അത് പിണറായി വിജയൻ്റെ നേട്ടത്തിലൊട്ടും വന്നൂല്ല. ഇനി എന്നാൽ അവിടുത്തെ ഈ നിങ്ങളുടെ രാഷ്ട്രീയ കളി കഴിഞ്ഞിട്ട് എന്നാണ് അവിടുത്തെ ജനങ്ങൾക്ക് നീതി നടപ്പാക്കി കിട്ടുക? അവിടെ ഉണ്ടായ നഷ്ടം വി ഡി സതീശൻ നികത്തുമോ? അവിടുത്തെ ജനങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായി. പെൺകുട്ടികളുടെ വിവാഹം, പഠനത്തിനുള്ള ലോൺ, ഭൂമി കൈമാറ്റം. അവർ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം 1947 അവർ രജിസ്റ്റർ ചെയ്ത് പണം കൊടുത്ത് വാങ്ങി ആധാരം കയ്യിലിരിക്കുന്ന ഭൂമിയാണ്. അവർക്ക് 5 വർഷമുണ്ടായ നഷ്ടം വി ഡി സതീശൻ നികത്തി കൊടുക്കുമോ? 10 മിനിറ്റിൽ വിഷയം തീർക്കുമെന്ന് പറഞ്ഞില്ലേ? ഒരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കട്ടെ. വഖഫ് ഭൂമി അവിടെ അവരുടെ ജീവിതങ്ങളെ ദുരിതത്തിലാക്കിയതിന് എതിരെ നഷ്ടപരിഹാരം സ്വീകരിക്കണം. അത് അവിടെ ഭയങ്കര ആക്റ്റീവായി, ഞാൻ അവിടെ പോയപ്പോൾ അവിടെ ഭയങ്കര ആക്റ്റീവായിട്ട് ജനങ്ങളാണ് കേട്ടോ. അതായത് ഏകദേശം ഒരു 400ഓളം ക്രിസ്ത്യൻ കുടുംബങ്ങളും 250ഓളം ഹിന്ദു കുടുംബങ്ങളാണ്. അതിൽ തന്നെ ഈഴവരാണ് കൂടുതൽ. അവർ ഭയങ്കര ഐക്യവും ഭയങ്കര ശക്തമാണ്. അവസാനം വേളങ്കണ്ണി പള്ളിയിലെ അവിടെ പള്ളിയിൽ നിന്നായിരിക്കില്ല, ഒരു പക്ഷേ രൂപതയിൽ നിന്ന്, ഇടവകയെന്ന് അല്ല. കാരണം ഇടവകയിലെ വൈദികനെയും ഈ സഹവൈദികനെയൊക്കെ ഞാൻ കണ്ടതാണ്. അത് വരാപ്പുഴ രൂപതയിൽ നിന്ന് എന്തോ മുസ്ലിം ലീഗായിട്ട് നീക്കുപോക്കുകൾ നടത്തിയവർ എന്താണ് അതിൻ്റെ വാഗ്ദാനങ്ങൾ നൽകി. അതോടുകൂടി പള്ളിയിൽ നിന്ന് നടന്നിരുന്ന സമരം
100-300 ദിവസമായപ്പോഴേക്കും അവർ പുറമെ കൊണ്ട് നടത്തേണ്ടി വന്നു. ഫിലിപ്പേട്ടൻ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഞാൻ വ്യക്തമായിട്ട് അറിയാം. സെബാസ്റ്റ്യേട്ടൻ, ഫിലിപ്പേട്ടൻ, അവിടെ അങ്ങനെ ഒട്ടനവധി ആൾക്കാരെ ഞാൻ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക്, അതായത് അവർക്ക് ഈ 610 കുടുംബങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട് അവരുടെ അവകാശങ്ങളെക്കുറിച്ച്. അവർ ശക്തമായിട്ട് അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും മത്സ്യബുദ്ധികളും ഇവരൊക്കെ പുറത്താക്കാന്ന് പറയുന്നില്ലേ, വെറുതെ പറയുന്നത് ധൈര്യം കാണിക്കും. ഇപ്പോൾ ഭരണം കയ്യിലിരിക്കുന്നില്ലേ, അവിടെ പോയി ഒരു കുടുംബത്തെ പുറത്താക്കി കാണിക്കട്ടെ. ഈ പറഞ്ഞ മുസ്ലിം ലീഗിൻ്റെ ഇത് അവർ വലിയ സമാധാനത്തോടെ പറയാം, ഒരാളെയും പുറത്താക്കില്ല ഞങ്ങൾ, ഔദാര്യം, അവൻ്റെ ഒന്നും ഔദാര്യം ആർക്കും ആ മുനമ്പത്തോ ചെറായി പ്രദേശത്തൊന്നും വേണ്ട, കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ അധികാരത്തിൽ പോലീസിനെയും കൊണ്ടുവന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരാളെ പുറത്താക്കി കാണിച്ചാൽ നടക്കാൻ പോണ കേസല്ലാന്ന്. ഏതോ ഒരു റിസോർട്ട് മുതലാളിയോ മാൾ മുതലാളിക്ക് റിസോർട്ട് പണിയാനോ എന്തിനൊക്കെ വേണ്ടി ആ പ്രദേശം കിട്ടാനായിട്ടുള്ളൊരു ശ്രമം നടത്തി അതേ ഇടതും വലതൊക്കെ ഒരുമിച്ചായിരിക്കും. എന്നിരുന്നാൽ കൂടി ഇത് സതീശനിൽ വിശ്വാസമുണ്ട് എനിക്ക്. VD സതീശൻ ഇത് 10 മിനിറ്റിൽ തീർക്കാന്ന് പറഞ്ഞത്. ഞാൻ പറയുന്നത് ആ ജനങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. 610 കുടുംബങ്ങളുടെ 5 കൊല്ലത്തെ നഷ്ടം നികത്തി കൊടുക്കണം. വിവാഹം നടക്കാത്ത സ്ത്രീകളുണ്ടാവും, പല നഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. അത് നടപ്പാക്കി കൊടുക്കണം VD സതീശൻ. നഷ്ടപരിഹാരം എന്ന നിലയിലും തന്നെയല്ല, ഈ റവന്യൂ അധികാരങ്ങളോട് കൂടിയിട്ട് ഈ ഭൂമി കൊടുക്കണം. അതാണ് താങ്കൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. താങ്കൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ ആദ്യത്തെ ദിവസം താങ്കൾ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് അവിടെ. അന്ന് താങ്കൾ അവിടെ നിൽക്കുന്ന സമയത്ത് മുഹമ്മദ് ഷിയാസ് താങ്കളുടെ ഏറ്റവും വലിയ അവിടെ നിന്നും കൊച്ചിയിൽ നിന്ന് ജയിച്ചിട്ടുണ്ട്. ഹൈബി ഈഡൻ ഉണ്ടായിരുന്നു, അൻവർ സാദത്ത് ആലുവ MLA ഉണ്ടായിരുന്നു. അപ്പോൾ താങ്കളോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്, താങ്കൾ പോയിട്ട് ഇത് നീതി നടപ്പാക്കി കൊടുക്കണം, അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് ശ്രീമാൻ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനോട് എനിക്ക് അഭിവർദ്ധിക്കാനുള്ളത്. അത് ചെയ്തു കൊടുക്കുക തന്നെ ചെയ്യണം.